മോൾക്ക് വയ്യാതായില്ലേ? ആ പപ്പ, നല്ല വയറുവേദനയായിരുന്നു. കോളേജിലൊന്നും പോകാൻ പറ്റിയില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നെങ്കിൽ മായോട് പറയായിരുന്നില്ലേ? എന്തിനാ വെറുതെ ഇവാനൊക്കെ ബുദ്ധിമുട്ടിച്ചത്? ഞാനാരും ബുദ്ധിമുട്ടിച്ചൊന്നുമില്ല പപ്പ. ഞാനും മിലിയും ഇന്ന് ഒരുമിച്ച് പോകാന്നല്ലേ പറഞ്ഞിരുന്നത്. അപ്പോൾ വയ്യാതായപ്പോൾ ഇന്ന് വരാൻ പറ്റില്ല എന്ന് അവൾക്ക് വിളിച്ച് പറഞ്ഞതാ. അവൾ പറഞ്ഞിട്ടായിരിക്കും സ്മിതാരിൻ്റെ മരുന്ന് കൊടുത്തു വിട്ടത്. ഇവാൻ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ മാത്രമാണ് ഞാനിതല്ല അറിഞ്ഞത്. ഇല്ലെങ്കിൽ ആരും ഇതൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മായ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ, അതാ പപ്പ അങ്ങനെ ചോദിച്ചത്. പിന്നെ പല്ലു, മോളിനി അധികം മിലിയെ കാണാനൊന്നും പോണ്ട. നമ്മളായിട്ട് എന്താണ് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ആരെയും ബുദ്ധിമുട്ടിക്കണമെന്ന് കരുതിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല പപ്പ. എന്നും എപ്പോഴും ഇതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ. വല്ലാതെ ബോറടിക്കുമ്പോൾ മാത്രം ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ പഴയ വീട്ടിലായിരുന്ന സമയത്ത് തനിച്ചായിരുന്നിട്ട് കൂടി എനിക്ക് ഇത്രയും മടുപ്പ് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇവാനും പല്ലവിയും നല്ല കുട്ടികളാ. അവർ നല്ല സുഹൃത്തുക്കളുമാണ്. ഫ്രണ്ട്സ് തമ്മിൽ കാണുന്നതൊക്കെ ഇപ്പം സർവ്വസാധാരണമാണ്. പക്ഷേ സേതു, പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുള്ളവരെല്ലാം അവരുടെ കാര്യം നോക്കിയിരിക്കാൻ തോന്നും. പക്ഷേ അതങ്ങനെയല്ല. നമ്മളെ കണ്ടാൽ ചിലപ്പോൾ ഒന്ന് ചിരിക്കുക പോലും ചെയ്യില്ല. എന്നാലും അവരുടെ കണ്ണുകൾ മൊത്തം നമ്മുടെ മേലായിരിക്കും. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ വീഴ്ച വരാൻ കാത്തിരിക്കുകയായിരിക്കും ഓരോന്നും പറഞ്ഞുണ്ടാക്കാൻ. സേതു രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരാം. പല്ലവിയുടെ മേലെ ഒരു ശ്രദ്ധ ഉണ്ടാകും എന്നൊരു വിശ്വാസം സേതുവിനുണ്ടല്ലോ. പുറമേ നിന്നൊരാൾ പറഞ്ഞ് സേതു ഈ കാര്യം അറിയുമ്പോൾ അതൊരിക്കലും നല്ല രീതിയിലായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സേതു ഇനി ഇത് പല്ലവിയോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട. ഞാൻ അവളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവൾ അത്യാവശ്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായമല്ലേ. അവൾ വേണ്ട പോലെ ചെയ്തോളൂ. സേതുവിന് ചോദിക്കാൻ തന്നാൽ അവൾക്കത് സങ്കടമാവും. പിന്നെ അതെന്നോട് ദേഷ്യമാവും. അതുകൊണ്ട് സേതു ഇത് അറിഞ്ഞതായിട്ട് തന്നെ ഭാവിക്കണ്ട. മായ അപ്പോഴും പറഞ്ഞതാ പല്ലവിയോട് ഇത് ചോദിക്കണ്ട, അവൾക്ക് സങ്കടാവുന്നു. ഇത്രയും വർഷം കൂടെ ഉണ്ടായിട്ട് എന്നെക്കാളും എത്രയോ നന്നായി മായ എൻ്റെ മകളെ മനസ്സിലാക്കിയിരിക്കുന്നു. നീ എന്തിനാ പല്ലവി കരയുന്നത്? പപ്പ അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടോ? പുറമേ നിന്നൊരാൾ സ്വന്തം മകളെ പറ്റി മോശം പറഞ്ഞാൽ പപ്പ പിന്നെ എന്താ ചെയ്യുക? പിന്നെ മായാൻ്റെ അവർ നിന്നെ നല്ലതിന് വേണ്ടി പറഞ്ഞാന്ന് വിചാരിച്ചാൽ പോരെ. പറഞ്ഞ രീതി ശരിയല്ലായിരിക്കാം. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ലല്ലോ. ഗുഡ് മോർണിംഗ് പപ്പ. കോഫി എടുക്കട്ടെ? ആ പല്ലു, കോഫി എടുത്തോ. ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞത് അവൾക്ക് സങ്കടമായിരുന്നു. ഞാൻ വെറുതെ പേടിച്ചു. രാവിലെ തന്നെ ഇതാരാ? പപ്പ കോഫി കുടിക്ക്, ഞാൻ നോക്കിക്കോളാം. ഹാ, ഗുഡ് മോർണിംഗ് പല്ലവി. ആഹാ, ഹരിയങ്കൾ ഗുഡ് മോർണിംഗ്. ഇതെപ്പോ വന്നു? ഇന്നലെ രാത്രി എത്തി. ഒരുപാട് ലേറ്റ് ആയിട്ടാ വന്നത്. അതാ നിങ്ങളപ്പോൾ വിളിക്കാതിരുന്നത്. ഇപ്പൊ ഫ്രീ ആണെങ്കിൽ താഴേക്ക് വാ, ഒരു സർപ്രൈസ് ഉണ്ട്. ആ ഹരി, താനായിരുന്നോ? ഹാ സേതുവേട്ടാ, ഞാൻ തന്നെ. സേതുവേട്ടൻ ഇപ്പൊ ഫ്രീ ആണെങ്കിൽ ഒന്ന് താഴേക്ക് വാ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താടോ ഹരി? അതൊക്കെ ഉണ്ട് സേതുവേട്ടാ, ഒന്ന് വാന്നേ. ഡോ പല്ലവി, താനും വാ. ആഹാ, ഹരിയങ്കൾ പുതിയ കാർ എടുത്തോ? ഈ ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് ഭയങ്കര മടുപ്പായെന്നേ. എന്നാ പിന്നെ ഒരു കാർ എടുത്തേക്കാന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാം അങ്കിൾ, നന്നായിട്ടുണ്ട്. സേതുവേട്ടാ, എന്തോ ഒന്നും മിണ്ടാത്തെ? എങ്ങനെയുണ്ട്? ആ ഹരി, നന്നായിട്ടുണ്ട്. ഇതേതാ മോഡൽ? ഗുഡ് മോർണിംഗ് സേതു. ഹാ മായ, ഗുഡ് മോർണിംഗ്. എന്തു പറ്റി പല്ലവി? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ? ഒരു ഉഷാറില്ലല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതാ ആൻറ്റി. ഇന്നലെ രാത്രി ചെറിയ തലവേദന ഉണ്ടായിരുന്നു, അതിൻ്റെ ആയിരിക്കും. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എന്തായാലും അത് നന്നായി. മുകളിലേക്ക് കയറണ്ടല്ലോ.
പുതിയ കാറാണല്ലോ. ഹരിയങ്കളുടെ ആണോ? ആടി എങ്ങനെയുണ്ട്? അടിപൊളി. അയ്യോ, ഞാൻ വന്ന കാര്യം മറന്നു. സേതുങ്കളെ, ഞാനും ഏട്ടനും കൂടി ഒന്ന് പുറത്തു പോകുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ പ്ലാനൊന്നും ഇല്ലെങ്കിൽ പല്ലവി ഞങ്ങളെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ. അതിനെന്താ, ഞങ്ങൾക്ക് വേറെ പ്ലാനൊന്നുമില്ല, നിങ്ങൾ പോയിട്ട് പോരെ. ഇന്നലെ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ, ഇന്നിതെന്തു പറ്റി? എടി പെണ്ണെ, നീ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ പോയി റെഡി ആയിട്ട് വാ. ഓ സോറി, ഒരു 2 മിനിറ്റ്, ഞാൻ വേഗം വരാം. എമി, സീറ്റ് ബെൽറ്റ് ഇട്ടോ? അതൊക്കെ എപ്പോഴേ ഇട്ടു കേട്ടാ, വണ്ടി എടുക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. கண்ண வீசி கட்டி போடும் காதலி, கண்ணு ரெண்டு முத்தம் கேக்குதே. கொஞ்சி பேசி கூறு போட்டு போரடி, துண்டு துண்டா ஆசை கூடுதே. லேசா அழகுல தானா விழுகிற நீ, பேசி சிரிக்கையில் உதட்டுல உரையிற. നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ ഏട്ടാ? അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇഷ്ടപ്പെട്ടോ? പിന്നല്ലാതെ, അടിപൊളി. പവിക്ക് ഇഷ്ടപ്പെട്ടോ? ഒരുപാട്. கொஞ்சி பேசி கூறு போட்டு போரடி, துண்டு துண்டா ஆசை கூடுதே. നല്ല വൈബ് ഉണ്ടല്ലേ? നമുക്ക് കുറച്ച് നടന്നാലോ? അയ്യോ, ഞാനാകെ ടയേർഡാ. ഞാൻ ഇവിടെ ഇരിക്കാം, നിങ്ങൾ നടന്നിട്ട് പോരെ. എന്നാ പിന്നെ നീ ഇവിടെ ഇരിക്കേ, ഇവിടുന്ന് എവിടേക്കും പോവരുത്, ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. ഓക്കെ, നിങ്ങൾ പോയിട്ട് വാ. പവി ആദ്യമായിട്ടാണോ കടൽ കാണാൻ വരുന്നത്? അതെ, ഞങ്ങൾ ഇതുപോലുള്ള യാത്രകളൊക്കെ വളരെ കുറവാ. അതെന്താ, സേതുങ്കളിന് ഇതൊന്നും ഇഷ്ടമല്ലേ? അത് പിന്നെ പപ്പ എന്നും ജോലി ആവശ്യത്തിന് പുറത്തു പോകുന്നതുകൊണ്ടേ ഒരു ദിവസം ഓഫ് കിട്ടി കഴിഞ്ഞാൽ വീട്ടിലിരിക്കാനേ നോക്കൂ. ഇനിയിപ്പോൾ അത് യാത്രകളൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ എന്നൊന്നും അറിയില്ല കേട്ടോ. പവിക്ക് ഇഷ്ടമാണോ ഇങ്ങനെ യാത്ര പോവാൻ? ഇന്നലെയാണ് ഇവാനത് ചോദിച്ചതെങ്കിൽ ഞാൻ നോ പറഞ്ഞേനെ. പക്ഷെ ഇന്ന് സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് എൻ്റെ മൈൻഡ് ആകെ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ മൈൻഡൊക്കെ നല്ല റിലാക്സ്ഡ് ആയിട്ടുണ്ട്. ആഹാ, എന്നാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ പോവാം. ഒരു മിനിറ്റ്. ഹലോ മമ്മ. ഞാനും ഇവരെ പോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, എന്തുകൊണ്ടായിരിക്കും പപ്പ ഒന്ന് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാത്തത്? മമ്മയായിരുന്നു. മനസ്സിലായി. എടോ പവി, ഞാൻ പലപ്പോഴായി ശ്രദ്ധിക്കുന്നു,
എത്ര പെട്ടെന്ന് നിന്റെ മൂഡ് ചേഞ്ച് ആവുന്നേ? ഇത്രയും നേരം ചിരിച്ചോണ്ടിരുന്ന ആളാ, ഇപ്പൊ നോക്കിയേ മൂക്കൊക്കെ വാടി. എന്താ, എന്തു പറ്റി? ഏയ് ഒന്നുമില്ല ഇവാൻ, ഞാൻ ചുമ്മാ ഓരോന്ന് ഓർത്തപ്പോ. അത് വിട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതിനെന്താ, ചോദിച്ചോ. ഇവാന് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാ? എന്റെ ഫാമിലി. അതൊക്കെ, അവരില് ആരെയാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏയ്, എനിക്ക് അവർ 3 പേരും ഒരുപോലെയാ. ഇനി അവരിൽ നിന്നും വ്യത്യസ്തമായി അല്ലെങ്കിൽ അവരെക്കാളും കൂടുതലായിട്ട് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മേ ബി അതെന്റെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കും. ഓ, അപ്പോ ഇവാന്റെ ഫ്യൂച്ചർ വൈഫ് ഒത്തിരി ലക്കിയാണെന്ന് സാരം. അങ്ങനെയൊന്നുമില്ല. മേ ബി ആ കുട്ടി എന്റെ ലൈഫിലേക്ക് വരുന്നത് എനിക്ക് ലക്കാണെങ്കിലോ? അങ്ങനെയാവാം. കാരണം നീ അടിപൊളിയാ. അപ്പൊ പിന്നെ നിനക്ക് കിട്ടാൻ പോകുന്ന ലൈഫ് പാർട്ട്ണർ അതിനും സൂപ്പർ ആയിരിക്കും. പവിയെ പോലെ അല്ലേ? ഒരിക്കലും അല്ല. എന്റെ പോലത്തെ ക്യാരക്ടറുള്ള കുട്ടിയൊന്നും നിനക്ക് ശരിയാവില്ല. നിനക്ക് എന്നെക്കാളും നല്ല പെൺകുട്ടിയെ കിട്ടും. എനിക്കങ്ങനെ പവിയേക്കാൾ നല്ല പെൺകുട്ടിയൊന്നും വേണ്ട, പവിയെ പോലെ ഒരു പെൺകുട്ടി മതി. ഹാ, ബെസ്റ്റ്. എന്നാ പിന്നെ ലൈഫ് പാർട്ട്ണർ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ വലിയൊരു പരാജയമാണ് നീ എന്ന് ഞാൻ പറയും. പവി, നീ എത്ര തന്നെ സ്വയം തന്നെ വില കുറിച്ച് കാണിക്കാൻ നോക്കിയാലും ഞാനത് സമ്മതിച്ചു തരാനൊന്നും പോണില്ല. കാരണം നീ എന്താണെന്നും എങ്ങനെയാണെന്നും എനിക്ക് നല്ല ധാരണയുണ്ട്. എന്നെ സംബന്ധിച്ച് ഭാവിയിലെങ്ങാനും നിന്നെ ഞാൻ എൻ്റെ ലൈഫ് പാർട്ട്ണറായി ചൂസ് ചെയ്താലും അതെൻ്റെ ലൈഫിൽ ഞാൻ എടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും. കാരണം എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കൂടെ പവിയും പവിയുടെ കൂടെ ഞാനും എന്നും ഹാപ്പി ആയിരിക്കും. ഒരു കാര്യം ഇവാൻ പറഞ്ഞത് കറക്റ്റാ. ഇവാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാനൊന്ന് ഹാപ്പി ആയിരിക്കും. അതിന് പക്ഷേ ഞാൻ ഇവാൻ്റെ ലൈഫ് പാർട്ട്ണർ ആവണം എന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോഴതുപോലെ തന്നെ ഒരു നല്ല സുഹൃത്തായിട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടായാൽ മതി. ഒരു നല്ല സുഹൃത്ത് എന്നതിനപ്പുറം നീ എനിക്ക് എത്രയോ പ്രിയപ്പെട്ടതാണെന്ന് അറിയോ പവി? എന്താ, ഉണ്ടാവില്ലേ? കണ്ണാലെ കഥ പേസ നീയും കൈകോർത്ത് നടപ്പോട നാനും ഉണ്ടാവും, എന്നും ഉണ്ടാവും. വേറെന്നെ വേണോ നീ മട്ടും പോതും. ആ പല്ലവി, വാടോ. യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതൊക്കെ അടിപൊളിയായി അങ്കിൾ. പല്ലു, ഫുഡ് കഴിച്ചായിരുന്നോ? ആ പപ്പ, ഞാൻ കഴിച്ചു. പപ്പ കഴിച്ചോ? ആ കഴിച്ചു മോളെ. ആക്ച്വലി ഞങ്ങൾ കുറച്ചു മുമ്പ് വന്നേ ഉള്ളൂ. ഇന്ന് ഹരിയുടെ വക ട്രീറ്റ് ആയിരുന്നു. കാരെടുത്തതിൻ്റെ മോൾക്ക് ഫുഡ് വാങ്ങാൻ നിന്നപ്പോ മായിയാ പറഞ്ഞത് നിങ്ങൾ കഴിച്ചിട്ടേ വരുമെന്ന്. അതെന്തായാലും വാങ്ങാതിരുന്നത് നന്നായി പപ്പ. ഇല്ലെങ്കിൽ അത് വെറുതെ വേസ്റ്റായി പോയേനെ. പല്ലവി, താൻ കളിക്കാൻ കൂടുന്നോ? അയ്യോ അങ്ങളെ, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. നിങ്ങൾ കളിച്ചോ, ഞാനിവിടെ ഇരുന്നോളാം. പപ്പ, ഞാനെന്നാ പോയി ഫ്രഷ് ആയിക്കോട്ടെ. ആ മോള് പോയിക്കോ, നാളെ ക്ലാസ് ഉള്ളതല്ലേ. ഫ്രഷ് ആയിട്ട് കിടന്നോ, പപ്പ ഇത് കഴിഞ്ഞ് അങ്ങ് വന്നോളാം. പല്ലവി, ദാ ഇത് വാങ്ങിക്കി. ഇതെന്താ? ഇത് ഞാൻ കാറെടുത്ത സന്തോഷത്തിന് ഒരു ചെറിയ ഗിഫ്റ്റ്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നു അങ്കിൾ. അത് പറഞ്ഞാൽ പറ്റില്ല. ഇന്ന് ഞങ്ങളുടെ കൂടെ പല്ലവിയും വേണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പല്ലവി അവരുടെ കൂടെ പോയില്ലേ. ഇത് വാങ്ങിക്കുക, ഇല്ലെങ്കിൽ എനിക്കത് സങ്കടാവും. ഞാൻ നാളെ തിരിച്ചു പോവും. നേരത്തെ പോകുന്നോണ്ട് ചിലപ്പോൾ കാണാൻ പറ്റില്ല. ആണോ? പോക്കും വരവൊക്കെ എന്താ ഇത്ര പെട്ടെന്ന്? അത് പിന്നെ ജോലി അങ്ങനത്തതല്ലേ. അതും ശരിയാ. അല്ല, ഇനി എന്നാ വരിക? ഇനി എന്നാ വരണ്ടേ? അത് പിന്നെ അങ്കിളുടെ ഒഴിവുപോലെ എന്ന് വേണമെങ്കിലും വന്നോ. എന്നാ ശരി, ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്.
ഇതിന്റെ ഉള്ളിൽ എത്ര വിലപിടിപ്പുള്ള സമ്മാനമാണെങ്കിലും എനിക്കിത് വേണ്ട അങ്കിൾ. ഐ എം സോറി. കാര്യമായിട്ട് എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ. അതോ നെക്സ്റ്റ് വീക്ക് ഏട്ടന് ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്ത് ഗിഫ്റ്റാ കൊടുക്കുക എന്നൊരാലോചന. ആഹാ, ഇവാന്റെ ബർത്ത്ഡേ ആണോ? ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? ഒരു പരിപാടിയുമില്ല. ഏട്ടൻ അങ്ങനെ ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്യാൻ വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഞാൻ വിടില്ല കേട്ടോ. എല്ലാ കൊല്ലവും അവൻ്റെ ബർത്ത്ഡേക്ക് രാത്രി 12 മണിയാകുമ്പോൾ ഒരു ചെറിയ കേക്കൊക്കെ വാങ്ങി അവനെ കൊണ്ട് കട്ട് ചെയ്ത് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഒരു ചെറിയ സെലിബ്രേഷൻ. അതോടെ അവന്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ കഴിയും. അത് ശരി. എന്നിട്ട് നീ എന്ത് ഗിഫ്റ്റാ കൊടുക്കാൻ പോകുന്നേ? തീരുമാനിച്ചിട്ടില്ല. എന്തെങ്കിലും നോക്കണം. ഈ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്താ ഇവൻ വാങ്ങിക്കോ? അത് കൊടുത്താലല്ലേ അറിയൂ. അല്ലടോ, അവനത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അതൊക്കെ ഇഷ്ടപ്പെട്ടോളൂ. നീ ധൈര്യമായിട്ട് കൊടുക്ക്. അപ്പോ കൊടുക്കാല്ലേ? പിന്നല്ല.